സംഭവം നമ്മൾ ന്യൂസിലാൻഡിലാണ്, അടിപൊളി രാജ്യത്തിലാണ് എന്നുള്ളതെല്ലാം ശരിയാണ്. പക്ഷേ മനസ്സിലെപ്പോഴും ഒരു ടെൻഷനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴെങ്കിലായിട്ട് ഈ റേസിസം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് ആലോചിക്കുമ്പോൾ ഒരു ടെൻഷൻ. നമ്മൾ ഓക്കെയാണ്, പക്ഷേ എപ്പോഴും നമ്മളെ കുട്ടികളെ ആലോചിക്കുമ്പോഴാണ് ഒരു പേടി. അവരിതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് നമുക്കറിയില്ലല്ലോ. പക്ഷെ എന്തെങ്കിലും പറഞ്ഞാലും ഒരു 2-3 അല്ലെങ്കിൽ ഒരു 4% ആൾക്കാർ എന്തായാലും റേസിസ്റ്റ് ഉണ്ടാവും. റേസിസ്റ്റ് എന്ന് വെച്ചാൽ അവർക്ക് ഈ പറഞ്ഞ പോലെ മൈഗ്രൻസിനെ ഇങ്ങോട്ടേക്ക് എടുക്കുന്നതിൽ താല്പര്യമില്ലാത്ത ആൾക്കാർ എന്തായാലും ഉണ്ടാവും. അവരെ ഫേസ് ചെയ്യുക എന്നുള്ളത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. പക്ഷെ ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്തായാലും ഇവർ എവിടെയെങ്കിലും ആയിട്ട്, കോളേജിലോ സ്കൂളിൽ എന്ന് പറയുന്നില്ല, പക്ഷേങ്കിൽ നമ്മളവരെ ചെറുതിലെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ തമാശ എന്ന രീതിയിൽ തന്നെ നമ്മൾ ഈ സംഗതികൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ഗോ ബാക്ക് ടു യുവർ കൺട്രി, അതൊക്കെ നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കേൾക്കുന്ന കുട്ടിയൊക്കെ ഇതൊരു ഷോക്ക് കുറവായിരിക്കും. ഗോ ബാക്ക് ടു യുവർ കൺട്രി എന്ന് പറഞ്ഞൊരു ടേം, പിന്നെ നമ്മളുടെ ഫുഡ്, അതിൻ്റെ സ്മെല്ല്, പിന്നെ സ്കിൻ കളർ, ഇതിനൊക്കെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ള വീഡിയോസ് ഇപ്പം കുറേ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സംഗതികൾ കുട്ടികൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ഫോളോ കിൻസി വ്ളോഗ്സ്.